എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന പാലപ്പം, വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുഞ്ഞനപ്പം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കുഞ്ഞനപ്പവും പാലപ്പവും അല്ലെങ്കിൽ വെള്ളയപ്പവും ഒന്നാണോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. കുഞ്ഞനപ്പം എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള അപ്പമാണ്. വെള്ളയപ്പം, പാലപ്പം, തൃശ്ശൂർ നമ്മൾ വെള്ളയപ്പത്തിനെയും പാലപ്പത്തിനെയും ഒരേ പേരിൽ തന്നെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെള്ളയപ്പം എങ്ങനെ നല്ല പൂ പോലെ സോഫ്റ്റായി, നല്ല മൃദുവായി, അരികൊക്കെ കുറച്ച് ക്രിസ്പിയായി, സെൻറ്ററിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ പ്രത്യേകത, ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതൊന്നും ചേർക്കുന്നില്ല. ഒപ്പം ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊക്കെ പെട്ടെന്ന് അരി അരയ്ക്കാതെ, പെട്ടെന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് അരച്ച് വയ്ക്കാൻ പറ്റും, അരി അരയ്ക്കാതെ. ഒപ്പം കപ്പി കാച്ചാണ്ടൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇത് അരയ്ക്കാനൊന്നും അധികം സമയം വേണ്ട. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് 4-5 ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഈ അപ്പം കഴിച്ചുകൊണ്ട് വയർ അപ്സെറ്റ് ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതിൽ നമ്മൾ സോഡയും ഈസ്റ്റൊന്നും ചേർക്കുന്നില്ലല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല. ദോശയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് ഇതെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവരായാലും ഒപ്പം അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലെത്തും. അപ്പോൾ ഈ വീഡിയോ കാണാം, ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള അപ്പങ്ങൾ നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് രാത്രി ഒരു 10, ഇന്നലെ ഞാനൊരു 10:15 ആയപ്പോഴാണ് അരച്ച് വെച്ചത്. അപ്പോൾ ഒരു 10:30-11 മണിക്ക് അരച്ചാലും കുഴപ്പമില്ല. നമുക്ക് രാവിലെ എഴുന്നേറ്റ് നല്ല അപ്പം ഉണ്ടാക്കാം. അപ്പം ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഒന്ന് നോക്കിയാലോ. നമ്മൾ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഇവിടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം പൊടിയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരത്തിൻ്റെ പാല്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള നാളികേരം കാണിച്ചു തരാം. 1/2 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയിൽ നിന്ന് 1-1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ എടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ പാല്. ഓക്കെ. പിന്നെ നമ്മൾ ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ് തേങ്ങാ വെള്ളമുണ്ട്. ഇതൊരു 1/2 ഗ്ലാസോ 3/4 ഗ്ലാസ്സോ ആയുള്ള കുഴപ്പമില്ല, നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. 2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, 2 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, പിന്നെ ഒരു 4 വലിയ ടീസ്പൂണിൽ ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇതിപ്പോൾ നമ്മുടെ മട്ടരി ചോറാണ്. വെള്ളരി ചോറ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും വെള്ളയപ്പത്തിന് കളർ കിട്ടും, വെള്ള കളർ കിട്ടും നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ ഞാനിവിടെ മട്ടരി ചോറാണ് എടുത്തിട്ടുള്ളത്. ഇത് ചോറ് വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ പറയാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം ചെയ്യണേ. നമ്മുടെ ഈ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഈസ്റ്റ് വേണ്ട, സോഡാപ്പൊടി വേണ്ട, കപ്പി കാച്ചണ്ട, അരി അരയ്ക്കണ്ട, ഇവ ഒരു പരിപാടികളും വേണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10:15 ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം. ആ സമയത്താണ് ഞാനിത് അരച്ച് വെക്കുന്നത്. ഇനി ഞാൻ ഈ അരിപ്പൊടീനെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മൊത്തം പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഇനി നാളികേരത്തിൻ്റെ പാല്, അത് ആദ്യം പകുതി പാലാണ് കേട്ടോ ആദ്യം ഒഴിക്കണേ. അതിനുശേഷം ചോറ് മുഴുവൻ ഇട്ട് കൊടുക്കാണ്. നിങ്ങളുടെ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇട്ട് നമുക്കിത് അരയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് നമ്മളൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇപ്പോൾ ഇതിലിപ്പോൾ കുറച്ച്
കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിന് പകരം തേങ്ങാ വെള്ളം, ആ തേങ്ങ പൊളിച്ചപ്പോൾ ഒരു തേങ്ങ പൊളിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ്, 1/2 ഗ്ലാസ് മതി. ഇതിപ്പോൾ 3/4 ഗ്ലാസ് ആയി കഴിഞ്ഞാലും 1 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. എന്തായാലും 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് കിട്ടുമല്ലോ ഒരു തേങ്ങയിൽ നിന്ന്, അത്ര എടുക്കാം. അതിന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് 1 ഗ്ലാസ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ വെള്ളത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ആവശ്യം വരും, അപ്പം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ ഈ മാവൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ അടുത്ത് ചേർക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് എൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഇപ്പോൾ ഞാനിപ്പോൾ 1 ദിവസം മുമ്പ് 2 ദിവസം മുമ്പാണ് അപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. 2 ദിവസം മുമ്പത്തെ നമ്മുടെ മാവാണ്. ഈ മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം. ഈ മാവ് ഞാൻ ഇതിലേക്ക് ഫെർമെൻറ്റ് ചെയ്ത മാവാണ് കേട്ടോ. ഇത് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു 2 തവി, നമ്മൾ കോരി ഒഴിക്കുന്ന തവിയില്ല, ആ തവിയിൽ ഒരു 2 തവിയോ 3 തവിയോ മാവ് ഇങ്ങനെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഞാനൊരു ഏകദേശം ഒരു 2 മാസം മുമ്പൊക്കെ ഉണ്ടാക്കി വെച്ച എന്താ പറയണേ അപ്പത്തിൽ നിന്ന് ഇങ്ങനെ പകർത്തി അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ ഈസ്റ്റ് ഇട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ്. അപ്പോൾ ഏകദേശം നമുക്കിതൊരു 2 മാസമായിട്ടോ നമ്മളിങ്ങനെ മാറ്റി. ഞാൻ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു 2-3 ദിവസം അപ്പം ഉണ്ടാക്കൂടെ. അപ്പോൾ ഇനി നമ്മൾ ബാക്കി വന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എന്താ പറയണ മിക്സ് ചെയ്യണ സമയത്ത് ഒഴിക്കുക കേട്ടോ. നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഒന്ന് കറക്കിയെടുത്താൽ മതി, അധികം കറക്കണ്ട. ഇനി ഞാനിതിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മാവൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ബൗൾ എടുക്കണം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് പൊന്തിപ്പോവും. ഓൾറെഡി ഫെർമെൻറ്റ് ചെയ്ത മാവാണ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുള്ളത്, അതാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പൊന്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി വലിപ്പമുള്ള പാത്രം എടുക്കുക. അതുപോലെ ഇതേപോലെയുള്ള ഒരു കട്ടിംഗ് ബോർഡോ എന്തെങ്കിലും ഒരു ഇതെടുക്കുക. കാരണം ഈ കൗണ്ടർ ടോപ്പിൽ നിന്നുള്ള ഡയറക്റ്റുള്ള തണുപ്പ് ഇതിലേക്ക് അടിക്കാതിരിക്കാനാണ്. ഇത് മഴക്കാലമൊക്കെ ആണല്ലോ. ഇനി നമുക്കിത് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങാ വെള്ളം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സി ക്ലീൻ ആവുകയും ചെയ്യും, ആ വെള്ളം നമുക്കിതിൽ ഒഴിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കറക്കി എടുത്തിട്ടുള്ള ആ ബാക്കി വന്ന തേങ്ങാ വെള്ളം മിക്സിയിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൽ നമുക്ക് ഇടാൻ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ്. ഒരു നുള്ള് ഉപ്പ് കേട്ടോ, ഉപ്പിട്ടു. ഇനി അടുത്തത് ചെയ്യേണ്ടത് തവി വെച്ച് ഇളക്കരുത്, കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞാൻ കൺസിസ്റ്റൻസി കാണിക്കാം. എന്നിട്ട് നമ്മളിവിടെ ഏകദേശം 1 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള സാധാരണ തിളപ്പിച്ചാറിയ സാധാരണ വെള്ളമാണ് കേട്ടോ, അത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിക്കാം. ഓരോ പൊടികളുടെയും വ്യത്യസ്തമാണ് വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ വരുന്നത്, പൊടികൾക്കനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾ ഈ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഇത് കൈ വെച്ച് ഒരു 1 മിനിറ്റ് നേരത്തേക്ക് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ മാവിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ആ കൺസിസ്റ്റൻസി. കണ്ടോ, ഇങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കാരണം തീരെ കട്ടയായി പോയാലും അപ്പം വീർക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകത്തില്ല. ഇനി നാളെ രാവിലെ നമ്മളിത് അടച്ചു വെച്ച് മോർണിംഗിലാണ് നമ്മളിത് ഉണ്ടാക്കുക. ഇനി നമ്മളിത് അടച്ചു വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് വലിയ പാത്രമായതുകൊണ്ട് ഇതെനിക്ക് ഹോളുള്ള ലിഡുണ്ട്, അതുകൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, അത്രയും വലിപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അടയ്ക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു ലേശം ഞാൻ ഇങ്ങനെ ഒന്ന് തുറന്നു വെക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്പേസ് കണ്ടോ. ഇത് ഒരു കുറച്ച് നിങ്ങളൊന്ന് തുറന്നു വെക്കും. അത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് തുറന്നു വെക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എപ്പോഴും ഒരു കട്ടിങ് ആയിട്ടുള്ള ഒരു ബോർഡിൻ്റെ മുകളിൽ എന്തെങ്കിലും വെക്കണം കേട്ടോ. കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റ്ലി വെക്കരുത്, അപ്പം നമുക്കത് പൊന്തി വരില്ല. ഇങ്ങനെ വെച്ചിട്ട് നാളെ നമുക്കിനി രാവിലെ നോക്കാം. നമ്മുടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. നന്നായി നോക്കുമ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി, ഒത്തിരി ഇളക്കി കുമ്പളകളൊന്നും നമ്മൾ ഉടയ്ക്കണ്ട. ഇനി ഞാൻ എൻ്റെ ഇന്നലത്തെ സ്റ്റോർ ചെയ്യാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മാവിനി എടുത്തു വയ്ക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 3 തവി മാവാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിന് ഞാൻ എടുത്തു വെച്ച്
ഇനി ഒരു 2 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ അപ്പം ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഈ മാവ് അരയ്ക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് 2 തവി മാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. കുമ്പളങ്ങൾ വന്നു തുടങ്ങിയാൽ നമുക്കിതിനൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്കിത് ആവും കേട്ടോ. പെട്ടെന്ന് ആയി കിട്ടും. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള, അറ്റം ക്രിസ്പി നടുവിൽ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി. ഇങ്ങനെ ചുറ്റിച്ച് നമ്മളതിൽ എടുക്കാണ് മാവ്. ഇനി ഇതിന് കുറച്ച് മാവ് അതിൻ്റെ സെൻറ്ററിൽ നിർത്തുന്നു. എല്ലാവർക്കും അപ്പം ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. ഇനി ഇതിൽ ചെറുതായിട്ട് കുമിളകൾ വരാൻ തുടങ്ങി. കുമിളകളൊന്ന് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മളത് മൂടി വയ്ക്കും. അറ്റങ്ങളിൽ നിന്ന് വന്ന് സെൻറ്ററിലും കുമിളകൾ വരുമ്പോഴാണ് മൂടി വയ്ക്കുന്നത്. നമുക്കിതിനൊന്ന് എടുക്കാം. നടച്ചിടല്ല, എടുക്കാം. കണ്ടോ, സെൻറ്ററൊക്കെ കണ്ടോ ഗൈസ്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ചെയ്യാനായിട്ട് നമ്മളൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. നാളികേരമൊന്നും ചേർക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 3 സവാള അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ചതച്ചതാണ് കേട്ടോ, ചതച്ചെടുത്തിട്ടുള്ളതാണ്, മിക്സിയിൽ ക്രഷ് ചെയ്തതല്ല. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴേ നമ്മളിത് അരയ്ക്കരുത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അങ്ങനെയൊന്നും ഇടരുത്. ഇങ്ങനെ ചതച്ചിടണം, അപ്പോഴാണ് ആ മുട്ടക്കറിക്ക് നല്ലൊരു ഫ്ലേവർ വരാം കേട്ടോ, ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പച്ചമുളക് ചേർത്തിട്ടുള്ള കാരണം ഞാനിവിടെ 1 ടീസ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറയും. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിൽ ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർക്കാറില്ല. ഇനി നമ്മളിതിനൊന്ന് വഴറ്റെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. മുട്ടക്കറിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, നാളികേരപ്പാലൊന്നും ചേർക്കാത്തതാണ്. ഇതിൽ നാളികേരപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ നാളികേരപ്പാലൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ ആ പച്ച മണമല്ലോ അത് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാണ്. ഇവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ അകത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനൊന്ന് സെപ്പറേറ്റ് ചെയ്യണ വരെ നമ്മളൊന്ന് മൂടി വെക്കണം കേട്ടോ. എന്നാലാണ് ഈ തക്കാളി നന്നായിട്ട് വഴന്ന് എണ്ണ അറ്റത്തുനിന്ന് സെപ്പറേറ്റ് ആവണം. അപ്പോഴാണ് നന്നായിട്ട് വഴന്ന് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. പൊതുവെ ഉപ്പ് കുറച്ചാണ് ചേർക്കാറ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ അടുത്തത് ഇതിൽ കോഴിമുട്ട, ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, കത്തി കൊണ്ട് സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ കോഴിമുട്ടനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ കോഴിമുട്ട ഇട്ടു കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇതിലിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ച് ഇങ്ങനെ എടുക്കും. അതൊന്ന് റോസ്റ്റ് ആവാനാണ്, നമ്മൾ പുഴുങ്ങിയ മുട്ടയല്ലേ, അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുന്നത്. അത് വെള്ളമൊഴിച്ച് ചാറാക്കിയിട്ട് മുട്ട ഇടുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ മറ്റേതും ചെയ്യാറുണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇതിലാവുമ്പോൾ ഈ ഇടുന്ന മസാലകൾ മുഴുവൻ നമ്മൾ മുട്ടയുടെ ഇതിങ്ങനെ സൈഡ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ.
ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ചാറിനനുസരിച്ച് വെള്ളം ഇട്ടാം. കാരണം ഇതിലിട്ടിരിക്കുന്ന സബോളയും തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചാറിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാനിതാണ് എടുക്കുന്ന ചാറ്. അപ്പോൾ ഈ ചാറിൽ ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ഇതിനൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ആ നേരം കൊണ്ട് നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻ കൂടി ഇടാനുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ഇടും കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിയില ഇടും. മല്ലിയിലൊക്കെ ഇടുമ്പോഴാണ് ടൊമാറ്റോ റോസ്റ്റിന് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. ഇനി അത് കൂടാതെ ഞാൻ ചെറിയ ഒരു നമ്മൾ വേപ്പിലയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെറിയ കുഞ്ഞി കതിര് വേപ്പിലയൊക്കെ ഇട്ടില്ലേ, അതും ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിട്ടതിന് ശേഷം ഒരു മിനിറ്റ്, അതിലും കൂടണ്ട, ഞാനതൊന്ന് മൂടി വയ്ക്കും. ഇതിനൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. മുട്ട റോസ്റ്റ് റെഡിയായി. ഇനി ഇതിനെ ഇളക്കി കൊടുത്തിട്ട് ഈ മുട്ടകളുടെ മുകളിലേക്കൊക്കെ നമ്മളിങ്ങനെ ഈ ചാറൊന്നെടുത്ത് ഒഴിച്ചിടണം കേട്ടോ. നമ്മളിത് കഴിക്കാറാകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നമ്മളൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ചൂടാറിയിട്ടാണല്ലോ കഴിക്കുക. അതാകുമ്പോഴേക്കും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ മുട്ട റോസ്റ്റ്. ഇനി ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം.